ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സൂപ്പർ നാച്ചുറൽ പ്രവർത്തികൾ കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2017 an year of supernatural, പ്രകൃതിയാതീതമാകുന്ന ദൈവപ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞ ഒരു വർഷമായിരിക്കും 2017. അതിനാൽ പ്രകൃതിയാതീതമാകുന്ന ദൈവപ്രവർത്തികളെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഞാൻ കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് പ്രകൃതിയാതീതമാകുന്ന നിലയിൽ പ്രവർത്തിക്കുവാനിടവരും. യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ പ്രകൃതിയാതീതമായ ഒരത്ഭുതമായിരുന്നില്ലേ? മാനുഷികമായിട്ട് വിശദീകരണങ്ങളില്ല. കന്യക ഗർഭിണിയായി ഒരു പൈതലിനെ പ്രസവിക്കുക എന്നത് മാനുഷികമായിട്ട് നമുക്കതിന് നിർവചനങ്ങളില്ല. അതാണ് സൂപ്പർ നാച്ചുറൽ പ്രവർത്തികളുടെ പ്രത്യേകത. സൂപ്പർ നാച്ചുറലായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുമ്പോൾ അതിന് മാനുഷികമായിട്ട് വിശദീകരണങ്ങൾ തരുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മാനുഷികമായ വിശദീകരണങ്ങളില്ല. മരിച്ച ഒരു വ്യക്തി 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. മാനുഷികമായ വിശദീകരണങ്ങൾ, സയൻസിന് അതിന് വിശദീകരണങ്ങൾ നൽകി തരുവാൻ കഴിയില്ല. അത് പ്രകൃതിയാതീതമാകുന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. സൂപ്പർ നാച്ചുറലാകുന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. രോഗികൾ സൗഖ്യമാകുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമാകുന്ന രോഗസൗഖ്യങ്ങൾക്ക് വിശദീകരണങ്ങളില്ല. ഗാൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടായിരുന്നൊരു വ്യക്തി ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് തീരുമാനിച്ചതിന് ശേഷമായി പ്രാർത്ഥനയാൽ ആ സ്റ്റോണുകൾ അപ്രത്യക്ഷമായി. വൈദ്യശാസ്ത്രം അതിന് വിശദീകരണം തരുന്നില്ല. ഡോക്ടേഴ്സിന് അതിന് വിശദീകരണമില്ല. പല്ല് എടുത്തു മാറ്റിയ ഒരു വ്യക്തി ഒരു വലിയ യോഗത്തിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വായിൽ ഒരു പുതിയ പല്ല് സൃഷ്ടിക്കപ്പെടുവാനിടയായി. മാനുഷികമായ എന്തെങ്കിലും വിശദീകരണം കൊടുക്കുവാൻ കഴിയുമോ? ഒരു വൈദ്യ മേഖലയ്ക്ക്, ഒരു ഡോക്ടർക്ക് അതിന് വിശദീകരണം കൊടുക്കുവാൻ കഴിയുമോ? വിശദീകരണങ്ങൾ കാര്യമായി കൊടുക്കുവാൻ കഴിയുകയില്ല. അത് ഒരു സൂപ്പർ നാച്ചുറലാകുന്ന ദൈവപ്രവൃത്തിയാണ്. യേശുക്രിസ്തു ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ അമാനുഷികമാകുന്ന പ്രകൃതിയാതീതമാകുന്ന ഒരു പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. മദ്യപാനിയാകുന്നൊരു വ്യക്തി എത്രയിടങ്ങളിൽ പോയി പല ചികിത്സകൾക്കും വിധേയമായി, കുത്തിവെപ്പുകൾക്കും വിധേയമായി തൻ്റെ മദ്യപാനം മാറുന്നില്ല. എന്നാൽ യേശുവിൻ നാമത്തിൽ തൻ്റെ മദ്യപാനം മാറുമ്പോൾ അതൊരു സൂപ്പർ നാച്ചുറലാകുന്ന പ്രവൃത്തിയാണ്. എത്രയെത്ര മദ്യപാനികളുടെ മാനസാന്തരം കാണുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവർക്ക് യേശുക്രിസ്തുവിൽ ഇന്ന് ഉറച്ചു നിന്ന് ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ളവരായി തീരുകയാണ്. മദ്യപാനികൾ, ദുശ്ശീലങ്ങൾക്ക് അടിമകളായിരുന്നവർ, തകരാൻ പോയ കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നേരിട്ടവർ, അതിൽ നിന്നെല്ലാം യേശു അവരെ വിടുവിക്കുമ്പോൾ മാനുഷികമായി ചിലപ്പോൾ നമുക്കതിന് നിർവചനങ്ങളോ വിശദീകരണങ്ങളോ കണ്ടെത്തുവാൻ കഴിയുകയില്ല. അത് ഒരു സൂപ്പർ നാച്ചുറലാകുന്ന പ്രവൃത്തിയാണ്, പ്രകൃതിയാതീതമാകുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾക്കത് വിശ്വസിക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമാകുന്ന ഒരു മാറ്റമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നൽകിത്തരുവാൻ യേശു വിശ്വസ്തനാകുന്നു. മനസ്സിനകത്തൊരു ആഴമേറിയ സമാധാനമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ യേശുവിൻ്റെ അരികിൽ വരികയാണെങ്കിൽ ആ ഡിപ്രഷൻ മാറിപ്പോകും, ആ ഭയം മാറിപ്പോകും. പകരം അസാധാരണമാകുന്നൊരു സമാധാനം യേശു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകി തരുവാനിടവരും. അതേപോലെ തന്നെ ശാരീരിക രോഗം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവയവങ്ങൾ വരെ ഇപ്പോൾ ആശുപത്രികൾ മാറ്റിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലിവറിന് കേട് വന്ന ഒരു വ്യക്തിയോട് ഡോക്ടർമാർ ആവശ്യപ്പെടുവാനിടയായി, നിങ്ങളുടെ ലിവർ വല്ലാതെ കേടായിരിക്കുന്നു, നിങ്ങൾക്ക് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഞാൻ സമ്മതിക്കാം, ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ഞാൻ സമ്മതിക്കാം, അത് മാറ്റിവെക്കുക, റീപ്ലേസ് ചെയ്യുക. എത്ര രൂപയാകുമെന്ന് ചോദിച്ചപ്പോൾ 35 ലക്ഷം രൂപ. ഒരു ലിവർ മാറ്റിവെക്കണമെങ്കിൽ 35 ലക്ഷം രൂപ. അത് ഏറ്റവും കുറഞ്ഞതാണ്. സാധാരണ അതിൽ കൂടുതലാകുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അവയവങ്ങൾ നാം അത് കണ്ടിട്ടില്ല. നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. ആ അവയവങ്ങൾ എത്ര വിലപിടിപ്പുള്ള അവയവങ്ങളാകുന്നു. ഒരു ലിവറിന് 35 ലക്ഷം രൂപ വിലയുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വില എന്തായിരിക്കാം? നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ വില എന്തായിരിക്കാം? ഇതിനെയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് സൃഷ്ടിച്ചവനാകുന്ന വലിയവനാകുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയുടെയും ശക്തിയുടെയും അപാരതയെക്കുറിച്ച് ഓർക്കുമ്പോൾ ജീവിതം മുഴുവൻ ദൈവത്തെ
സ്തുതിക്കുവാനല്ലാതെ നമുക്ക് മറ്റൊന്നും കഴിയുകയില്ല. ഒരു പരാതിയുമില്ല, ഒരു പരിഭവവുമില്ല, ഒരു നീരസവുമില്ല. എൻ്റെ യേശുവേ, നീ എത്ര വലിയവനാകുന്നു. ഹൃദയപൂർവ്വം നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടവരും. അങ്ങനെയുള്ള പ്രകൃതിയാതീതമാകുന്ന അനുഭവങ്ങളിലൂടെ യേശുക്രിസ്തു നമ്മളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. സൂപ്പർ നാച്ചുറലാകുന്ന കാര്യങ്ങൾ ഈ 2017 ധാരാളമായി സംഭവിക്കുവാൻ പോകുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഈ ശുശ്രൂഷകൾ ആരംഭിച്ചത്. അവിടെ യേശുക്രിസ്തു സ്നാനം സ്വീകരിച്ചതിന് ശേഷമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കുവാനിടയായി. സ്വർഗം തുറന്ന പല അനുഭവങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്വർഗം തുറന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങും. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സ്വർഗം തുറക്കുവാനിടയായി. സ്വർഗം തുറന്നപ്പോൾ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റുപോലെ ആ കാത്തിരുന്നവരുടെ മേൽ വരുവാനിടയായി. എന്നാൽ അതിൻ്റെ പിന്നിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ പ്രാർത്ഥന അവിടെ നടന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമായിട്ട് അവരെല്ലാവരും കൂടിയിരുന്ന് 120ഓളം പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയിരുന്ന്, യേശുവിൻ്റെ അമ്മ മറിയയും ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടിയിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ, അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിൻ്റെ മകനായ യൂദാ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും കൂടെ അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സ്വർഗം തുറക്കണമെങ്കിൽ, ഒരു സൂപ്പർ നാച്ചുറൽ പ്രവൃത്തി സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമാണ് പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, നിങ്ങൾ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പ്രകൃതിയാതീതമാകുന്ന നിലവാരത്തിലുള്ളൊരു ജീവിതമായി തീരുവാനിടവരും. പ്രാർത്ഥന തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ പ്രവൃത്തിയല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവും സ്നാനം സ്വീകരിച്ചതിന് ശേഷം വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴാണ് സ്വർഗം തുറന്നത്. പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വന്നത്. സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ശബ്ദം കേൾക്കുവാനിടയായത്. ഇവിടെ പ്രാർത്ഥിക്കുവാനിടയായി. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിക്കുക. ഒരുമനപ്പെട്ടു പ്രാർത്ഥിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയുമുള്ള പ്രാർത്ഥനയല്ല, ദൈവവചനം അനുസരിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. മാത്രവുമല്ല, ഒരുമനപ്പെട്ടു പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മനസ്സൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിനകത്താണല്ലോ അഴുക്കെല്ലാം കയറിയിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മനസ്സിനകത്താണ് കയറുന്നത്. എന്നാൽ ആ മനസ്സ്, ശുദ്ധമായ മനസ്സ്, പരിശുദ്ധാത്മാവിനാൽ ആ മനസ്സ് ശുദ്ധമായി തീരുകയാണെങ്കിൽ, ആ ശുദ്ധമാകുന്ന മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, അവിടെ വിവിധ വ്യക്തികൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ ഒരുമനപ്പെട്ടു പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നു എങ്കിൽ, നിങ്ങളുടെ മനസ്സ് യേശുക്രിസ്തുവിൽ ഏകാഗ്രമാകുന്നു എങ്കിൽ, അങ്ങനെ ഉയർത്തുന്ന പ്രാർത്ഥനകൾ, മനസ്സിൽ നിന്ന് ഉയരുന്ന, ഹൃദയത്തിൽ നിന്ന്, ഏകാഗ്ര ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 19-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഭൂമിയിൽ വച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ആ ഐക്യത വെളിപ്പെടുന്നത് എവിടെയാണ്? പ്രധാനമായിട്ടും 2 ഹൃദയങ്ങൾ തമ്മിലാണ് ഐക്യത വെളിപ്പെടേണ്ടത്. 2 ഹൃദയങ്ങൾ തമ്മിൽ ഐക്യത വെളിപ്പെടുമ്പോൾ, അങ്ങനെ ഐക്യത, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്. 18-ാം വാക്യവും ശ്രദ്ധേയമാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഈ ഒരു മനസ്സ് ഉള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഫിലിപ്പിയ ലേഖനത്തിൽ പോകുമ്പോൾ, ഫിലിപ്പിയ ലേഖനത്തിൽ ഈ ഒരുമനയ്ക്ക് ചില വിശദീകരണങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ.
ഒരു മനസ്സ് എന്നതിനൊരു വിശദീകരണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വാക്യം പ്രസക്തമാകുന്ന വാക്യമാണ്. ആ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി. ഇത് മാനുഷികമായിട്ട് അസാധ്യമാകുന്നൊരു കാര്യമാണ്. മാനുഷികമായി ഇത് സാധ്യമല്ല. ഇത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ നിലവാരത്തിലൊരു മനസ്സ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇങ്ങനൊരു മനസ്സ് നമുക്ക് ലഭിക്കണമെന്നാണ് യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ് അതാണ് ഫിലിപ്പിയിലുള്ളവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഇങ്ങനൊരു മനസ്സ് ലഭിക്കണം. ആ മനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? അത് ക്രിസ്തുവിൻ്റെ മനസ്സാണ്, യേശു ക്രിസ്തുവിൻ്റെ മനസ്സാണ്. 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആ ഭാവം എന്നുള്ളത് മനസ്സെന്നാണ്, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുയേശുവിലുള്ള മനസ്സ് തന്നെ, ക്രിസ്തുയേശുവിൻ്റെ മനസ്സ് നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ആ മനസ്സുള്ളവർ, യേശുക്രിസ്തുവിൻ്റെ മനസ്സ്. രണ്ടു മനസ്സുകൾക്കെങ്ങനെ ഐക്യതയിലേക്ക് വരുവാൻ കഴിയും? വളരെ ലളിതമാകുന്ന മറുപടിയാണ്, രണ്ടു വ്യക്തികളിലും യേശുക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെങ്കിൽ, അവരുടെ മനുഷ്യ മനസ്സല്ല, പരിവർത്തനങ്ങൾക്ക് അവരുടെ സ്വഭാവങ്ങളെ വിധേയമാക്കി അവർ യേശുക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുകയാണെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ മനസ്സുള്ള രണ്ടു പേർക്ക് ഒരുമിക്കുവാൻ കഴിയും. അവരുടെ ഇടയിൽ ഐക്യത വെളിപ്പെടും. യേശുക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനാൽ ഐക്യതയുള്ളവരായി തീരുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളവർ ഐക്യതയുള്ളവരായി തീരുകയാണ് എങ്കിൽ അവരുടെ പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ മനസ്സിന് മാറ്റം വന്നു കഴിഞ്ഞാൽ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ. യേശുക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുകയാണെങ്കിൽ പിന്നെ ശാഠ്യത്തിന് അവിടെ സ്ഥാനമില്ല, ദുരഭിമാനത്തിനും സ്ഥാനമില്ല. നമ്മുടെയൊക്കെ സമൂഹത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായൊരു പ്രശ്നമാണ് ദുരഭിമാനം എന്ന് പറയുന്നത്. അയലോക്കക്കാരൻ 2 നില വീട് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും ആഗ്രഹം 2 നില വീട് വയ്ക്കണം. ദുരഭിമാനം. അയലോക്കക്കാരൻ്റെ മകൻ MBBS പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരു ശാഖയിലേക്ക് തിരിച്ചു വിടേണ്ട ഈ വിദ്യാർത്ഥിനിയെ നിർബന്ധിച്ച് MBBS പറഞ്ഞു വിടുകയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി MBBS പറഞ്ഞു വിടുകയാണ്. എന്താണ്? ദുരഭിമാനം. നമുക്കില്ലാത്തത് ഉണ്ടെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവണതയാണ് ദുരഭിമാനം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹം നിറഞ്ഞിരിക്കുകയാണ്. കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ദുരഭിമാനം എന്ന് പറയുന്നത്. പലരും പല കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ അഭിമാനം, അവർ കരുതുന്ന അഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ വചനപ്രകാരം അത് ദുരഭിമാനമാകുന്നു. യേശുക്രിസ്തുവിൻ്റെ മനസ്സൊരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ ആ വ്യക്തി ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട്, ആളിൽ വെളിപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് താഴ്മ എന്ന് പറയുന്നത്. ഹ്യൂമിലിറ്റി ആൻഡ് ജെൻറ്റിൽനെസ്. ആ താഴ്മയും വിനയവും അവരിൽ വെളിപ്പെടുവാൻ ഇടവരും. ആ താഴ്മയും വിനയവും വെളിപ്പെടുമ്പോൾ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവേൻ. യേശുക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരുടെ ഒരു പ്രത്യേകതയാണ്, അവർ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ ഇടവരും. അവർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കുന്നവരായി തീരും. അങ്ങനെയുള്ളവരിലാണ് യേശുക്രിസ്തുവിൻ്റെ മനസ്സ് വെളിപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർക്ക് മറ്റ് ഒരു വ്യക്തിയുമായിട്ട്, യേശുക്രിസ്തുവിൻ്റെ മനസ്സുള്ള മറ്റൊരു വ്യക്തിയുമായിട്ട് അവർക്ക് ഐക്യതയിൽ എത്തിച്ചേരുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു മനസ്സുള്ള, അതാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സംഭവിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ അവരെല്ലാം ഒരുമിച്ച് കൂടിക്കഴിഞ്ഞപ്പോൾ അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? 14-ാമത്തെ വാക്യത്തിൽ ഒരുമനപ്പെട്ടാണ് അവർ പ്രാർത്ഥിച്ചത്. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നതിനാൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം സ്വർഗം തുറക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ വെളിപ്പെട്ടത്. അവരെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിലേക്കുള്ള എഴുന്നള്ളത്താണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് ഭൂമിയിലുള്ള ശുശ്രൂഷകളുടെ നേതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവ് എല്ലായിടത്തുമുണ്ട്. പരിശുദ്ധാത്മാവ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഭൂമിയുടെ സൃഷ്ടിപ്പിൻ്റെ നാൾ മുതൽ തന്നെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സംഭവിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമായിട്ട് ഒരു പുതിയ പ്രവൃത്തി അപ്പോസ്തലപ്രവൃത്തിയിൽ ആരംഭിക്കുകയാണ്. അതിന് വേണമെങ്കിൽ സഭാസ്ഥാപന ദിവസമെന്ന് പറയുവാൻ കഴിയും.
ദൈവസഭയുടെ സ്ഥാപന ദിവസമാണത്. യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാൻ പോകുന്ന, യേശുക്രിസ്തുവിൻ്റെ ഭാര്യയാകുവാൻ പോകുന്ന ദൈവസഭയുടെ സ്ഥാപന ദിവസമായിരുന്നു. ആ സ്ഥാപന ദിവസത്തിൽ ദൈവസഭയെ ശുദ്ധീകരിക്കുക, ദൈവസഭയെ യേശുക്രിസ്തുവിന് വേണ്ടി ഒരുക്കുക എന്നുള്ള വലിയ ദൗത്യം നടപ്പിലാക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് എഴുന്നള്ളുകയാണ്. അവിടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ശ്രദ്ധേയമാണ്. സ്വർഗം തുറക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങളിൽ നിന്ന് ഉയരുകയാണെങ്കിൽ, ഒരു സൂപ്പർ നാച്ചുറൽ പ്രവൃത്തി, പ്രകൃതിയാതീതമാകുന്നൊരു പ്രവൃത്തി നിങ്ങളിൽ സംഭവിക്കുകയാണെങ്കിൽ പലപ്പോഴും അത് സംഭവിക്കുന്നത് പെട്ടെന്നായിരിക്കും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നത് സംഭവിക്കുവാനിടവരും. ഞാൻ ഈ സന്ദർഭത്തിൽ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പെട്ടെന്നൊരു ദൈവപ്രവൃത്തി സംഭവിക്കുവാനിടവരട്ടെ. അടഞ്ഞു കിടക്കുന്നത് പലതും പെട്ടെന്ന് തുറക്കുവാനിടവരട്ടെ. പെട്ടെന്ന് എന്നുള്ള വാക്ക് പലയിടങ്ങളിൽ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ അവിടെ 25-ാമത്തെ വാക്യത്തിൽ പെട്ടെന്ന് പൗലോസും സീലാസും ആ തടവറയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി ആരാധിക്കുന്ന സന്ദർഭത്തിൽ അവിടെ പെട്ടെന്ന് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. അതിൻ്റെ നടുവിലേക്ക് പെട്ടെന്ന് അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ഒരു പെട്ടെന്നുണ്ടാകുന്ന ദൈവപ്രവൃത്തി. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഇതിന് സമാനമാകുന്ന ചില പ്രവൃത്തികൾ നടക്കുവാൻ ഇടവരട്ടെ. എല്ലാ വാതിലുകളും, നിങ്ങൾ ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്നവർ ആകുന്നു എങ്കിൽ 2017 നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ മുൻപിൽ എല്ലാ വാതിലുകളും തുറക്കപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ കടന്നു ചെല്ലുന്ന എല്ലായിടത്തും എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീഴുവാൻ പോകുകയാണ്. ഇനി ഒന്നിനും നിങ്ങളെ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു നോൺ സ്റ്റോപ്പബിൾ ആകുന്ന ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ചില ആത്മീക പ്രവർത്തനങ്ങൾക്ക് മൊമെൻറ്റം ഉണ്ടാകുവാൻ പോകുന്നു. ആ മൊമെൻറ്റം എന്ന വാക്കിനെ വിശദീകരിക്കുകയാണ് എങ്കിൽ അത് തുടർമാനമായിട്ടുള്ളൊരു ചലനമാണ്. പഴയ ക്ലോക്കിന് പെൻഡുലം ഉണ്ടായിരുന്നു. ആ പെൻഡുലം ചലിച്ചു കഴിഞ്ഞാൽ ആ പെൻഡുലം തുടർമാനമായി ചലിച്ചു കൊണ്ടിരിക്കും, ഒരിക്കൽ പോലും നിൽക്കുകയില്ല. ആ സൂചികൾ കറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ക്ലോക്കിൻ്റെ പെൻഡുലം 24 മണിക്കൂറും ചലിച്ചു കൊണ്ടിരിക്കും. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ആത്മീക വിടുതലുകളല്ല നിങ്ങളിനി അനുഭവിക്കുവാൻ പോകുന്നത്. തുടർമാനമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഒരു പുതിയ ചലനം വെളിപ്പെടുവാൻ പോകും. അതൊരു അമാനുഷികമാകുന്ന ചലനമാണ്. ഇന്നലകളിൽ ചിലപ്പോൾ 6 മാസത്തിലൊരിക്കലായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു രോഗി വിടുവിക്കപ്പെട്ടത്. എന്നാൽ അത് തുടർമാനമായി സംഭവിക്കുന്ന, സാധാരണ നിലയിൽ സംഭവിക്കുന്ന, നിങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോഴും, നിങ്ങളുടെ ചേർച്ചിലായിരിക്കുമ്പോഴും, നിങ്ങൾ കടയിലായിരിക്കുമ്പോഴും, റോഡിലായിരിക്കുമ്പോഴും ഒക്കെ അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ എപ്പോഴൊക്കെ വെളിപ്പെടുന്നുവോ അപ്പോഴൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു തുടർമാനമാകുന്ന ചലനത്തെ പരിശുദ്ധാത്മാവ് അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സ്വർഗം തുറക്കുന്ന നിലവാരത്തിലൊരു പ്രാർത്ഥനയുണ്ടായി. അമാനുഷികവും പ്രകൃതിയാതീതവുമാകുന്ന പ്രവൃത്തികൾ വെളിപ്പെട്ടപ്പോൾ അത് പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. പെട്ടെന്നത് സംഭവിച്ചപ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി. ആ സന്ദർഭത്തിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ വിശദീകരിക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിലത്തെ പൊടി കൊണ്ട് യഹോവയാകുന്ന ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അവിടെ യഹോവയാകുന്ന ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ ശ്വാസം ന്യൂമ, ആ ശ്വാസം കാറ്റ്, ആ ശ്വാസം മനുഷ്യനിലേക്ക് വന്നപ്പോഴാണ് ആ ശ്വാസമാണ് മനുഷ്യൻ്റെ ആത്മാവായി തീർന്നത്. അതവനിൽ ആത്മാവും ജീവനുമായി തീർന്നു. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം ആത്മാവും ജീവനുമാകുന്നു. അതാണ് യഹോവയാകുന്ന ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ ശ്വാസം ആത്മാവും ജീവനുമായിരുന്നു. അതിന് സമാനമാകുന്നൊരു കാര്യമാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലും സംഭവിക്കുന്നത്. അവരുടെ മേൽ വരുന്നത് ന്യൂമയാണ്, കാറ്റാണ്, ശ്വാസമാണ്. എവിടെ നിന്ന് വരുന്നതാണ്? അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായപ്പോൾ അടിച്ച കാറ്റല്ലത്, അത് സ്വർഗത്തിൽ നിന്ന് വരുന്ന കാറ്റാണ്. യഹോവയാകുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മാളിക മുറിയിൽ
പരിശുദ്ധാത്മ നിറവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മേൽ യഹോവയാകുന്ന ദൈവം ഊതിയപ്പോൾ ആ കാറ്റ് സ്വർഗത്തിൽ നിന്ന് യെരൂശലേമിൽ മാളികമുറിയിൽ അവരുടെ മേൽ വന്ന സന്ദർഭത്തിൽ അതൊരു കൊടിയ കാറ്റായി മാറുകയാണ്. ഒരു സാധാരണ പകർച്ചയായിരുന്നില്ല അവരുടെ മേൽ ഉണ്ടായത്, ഒരു അസാധാരണ പകർച്ചയായിരുന്നു അവരുടെ മേൽ ഉണ്ടായത്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. പ്രാവ് സൗമ്യതയെ കാണിക്കുന്നു, ശാന്തതയെ കാണിക്കുന്നു, നിർമ്മലതയെ കാണിക്കുന്നു, വേഗതയെ കാണിക്കുന്നു. യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വളരെ സൗമ്യമായി, ജെന്റിലായി, വളരെ സാവധാനതയോടുകൂടെ പരിശുദ്ധാത്മാവ് വന്നു. എന്നാൽ ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സാവധാനമായിട്ടോ സൗമ്യമായിട്ടോ പരിശുദ്ധാത്മാവിൻ്റെ ആ ഗുണമേന്മകളെല്ലാം ഉണ്ട്. എന്നാൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അവരെ ആകമാനം തീപിടിപ്പിക്കുന്ന നിലവാരത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. അതിനും ഒരു രഹസ്യമുണ്ട്. ഇവരെല്ലാം യെരൂശലേമിൽ എങ്ങനെയെങ്കിലും തങ്ങളുടെ സ്ഥാനം ഉറപ്പാക്കി അവിടെയൊക്കെ പാർക്കണമെന്നാണ് അവരാഗ്രഹിച്ചിരുന്നത്. അവരതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശുവിനോട് പറഞ്ഞത്, ഈ കാലത്താണോ ഉയർത്തെഴുന്നേറ്റ യേശു അവരുടെ മുൻപിൽ നിൽക്കുകയാണ്. യേശു ക്രൂശിക്കപ്പെടുന്നത് അവർ കണ്ടതാണ്. യേശുവിൻ്റെ ശരീരമെടുത്ത് കല്ലറയിൽ വയ്ക്കുന്നതിന് ഇവരെല്ലാം സാക്ഷികളാണ്. ആ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത് അതും ഇവർ കണ്ടതാണ്. അതിനുശേഷം ഇവരോടുകൂടെ യേശുവുണ്ട്. യേശു ഇവരോടുകൂടെ ആയിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനാകുന്ന യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുവിൻ്റെ രീതികൾക്ക് മാറ്റമുണ്ടായി. അടച്ചിട്ട മുറിയിൽ വാതിൽ തുറക്കാതെ യേശു അവരുടെ അരികിൽ വന്ന് സമാധാനമെന്ന് പറഞ്ഞു. ആ യേശു തങ്ങളുടെ അരികിലുള്ളപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഈ കാലത്താണോ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം അങ്ങ് യഥാസ്ഥാനത്താക്കി തരുവാൻ പോകുന്നത്? ഇസ്രയേൽ രാജ്യം ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ കാലത്താണോ? അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും ഇവർക്ക് ലഭിക്കേണ്ട ആഴമേറിയ വെളിപ്പാട്, നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട്, ലോകവ്യാപകമാകുന്ന സുവിശേഷത്തിൻ്റെ പ്രചാരത്തിൻ്റെ വെളിപ്പാട് അവർക്ക് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കാത്തത് കൊണ്ടല്ലേ അവരങ്ങനൊരു പ്രസ്താവന നടത്തുന്നത്. അവരുടെ ജീവിതവും അവരുടെ സങ്കല്പവും അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാം ചുരുങ്ങിയ ഒരു ചെറിയ പരിധികൾക്കുള്ളിൽ നിൽക്കുകയാണ്. ദൈവപ്രവൃത്തിയെ നിങ്ങൾ ലിമിറ്റ് ചെയ്യുവാൻ തയ്യാറാകരുത്. ദൈവപ്രവൃത്തി പരിധിയില്ലാതെ ദൈവം പ്രവർത്തിക്കുന്നവനാകുന്നു, പരിധിയില്ലാതെ യേശു പ്രവർത്തിക്കുന്നവനാകുന്നു. അതിന് വിധേയരാകുവാൻ നിങ്ങൾ തയ്യാറാകണം. അവരങ്ങനെ ലിമിറ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് യേശു അവരോട് പറഞ്ഞത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. ഏത് നിലവാരത്തിലുള്ള ശക്തിയാണ്? സ്വർഗീയ ശക്തി, ഡ്യൂനാമിക് ശക്തി, സൂപ്പർ നാച്ചുറൽ ശക്തി നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുകയാണ്. ആ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടെ നിങ്ങളുടെ ഈ പരിധിയും പരിമിതികളുമൊക്കെ അപ്രത്യക്ഷമായി, നിങ്ങൾ തന്നെ നിങ്ങളെ ലിമിറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നതൊക്കെ അപ്രത്യക്ഷമായി, പരിമിതികളില്ലാത്ത നിലവാരത്തിലേക്ക്, പരിധികളെ തകർത്തുകൊണ്ട് നിങ്ങൾ മുന്നേറുന്നൊരു നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റുവാൻ പോകുകയാണ്. ഈ ഒരു പ്രധാനപ്പെട്ട കാരണം കൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ യെരൂശലേമിൽ എങ്ങനെയെങ്കിലും ഒതുങ്ങിക്കൂടാൻ വേണ്ടി ശ്രമിക്കുന്നവരാകുന്നു എന്നതിനാൽ അവരെ അങ്ങനെ ആയിടത്തൊതുക്കുവാൻ പരിശുദ്ധാത്മാവ് സന്നദ്ധനാകാതെ അവരുടെ മേൽ വന്നപ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അഗ്നി അവരുടെ മേൽ ഇറങ്ങുന്നത് പോലെ അവരെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് ഓടിക്കുവാൻ വേണ്ടിയുള്ള ആത്മാവിൻ്റെ തീയായി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുവാനിടയായി. 2017 സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന വർഷമാണ്. നിങ്ങളിൽ പലരെയും പരിശുദ്ധാത്മാവ് ഓടിക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങളുടെ മേൽ ഇറങ്ങുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുവാൻ പോകുന്നു. ഇതുവരെ ചരിത്രത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത പുതിയ ഭാഷ നിങ്ങൾ സംസാരിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനത്തിന് വെളിപ്പെട്ട് കിട്ടുവാൻ പോകുന്നു. അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും യേശു വചനത്തെ ഉറപ്പിക്കുവാൻ പോകുകയാണ്. അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളൊരു അസാധാരണ സൂപ്പർ നാച്ചുറൽ ആകുന്നൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തു നിങ്ങൾക്ക് അത് ചെയ്തു തരുവാൻ പോകുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ സ്വർഗം അവരുടെ മുൻപിൽ തുറക്കുവാൻ ഇടവരട്ടെ. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന അവരിൽ നിന്ന് ഉയരട്ടെ. ഇപ്പോൾ തന്നെ സൂപ്പർ നാച്ചുറൽ ആകുന്നൊരു കാര്യം അവരിൽ സംഭവിക്കട്ടെ.
ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ കാറ്റടിക്കട്ടെ, അങ്ങയുടെ തീ അവരുടെ മേൽ കത്തുവാൻ ഇടവരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ തീ കത്തിയതുപോലെ ഇപ്പോൾ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുവാൻ ഇടവരട്ടെ. മുറിയിലിരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പലരെയും പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ തൊടട്ടെ. അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില ഇടങ്ങളിൽ അവർ ഒതുങ്ങിക്കൂടുവാൻ വേണ്ടി ഉള്ളവരല്ല, ചിലരെ ഒതുക്കുവാൻ വേണ്ടി പിശാച് ചെയ്ത പ്രവർത്തികളെ യേശു ഇന്ന് തകർക്കാൻ പോകുകയാണ്. നിന്നെ ആ രോഗക്കിടക്കയിൽ എന്നും കിടത്തിയിട്ട് നിൻ്റെ ആയുസിനെ, ശേഷിക്കുന്ന ആയുസിനെ ഗുളിക കഴിച്ച് നിന്നെ രോഗിയാക്കുവാൻ വേണ്ടിയുള്ള പിശാചിൻ്റെ ശ്രമങ്ങൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. നീ വിശ്വസിച്ചത് സ്വീകരിക്കുകയാണെങ്കിൽ ഇന്നു മുതൽ കർത്താവ് നിന്നെ ഓടിക്കുവാൻ പോവുകയാണ്. ചിലർ പുനഃസമർപ്പണം ചെയ്യണം. യേശുവേ, ഇനി ശേഷിക്കുന്ന ദിവസങ്ങൾ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുമെന്ന് പുനഃസമർപ്പണം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ കിടക്ക വിട്ട് ചാടി എഴുന്നേൽക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ തളർന്ന് കിടക്കുന്നവർ എഴുന്നേൽക്കട്ടെ. രോഗബാധിതരായി ഇനി ശേഷിക്കുന്ന കാലം മരുന്ന് കഴിക്കണമെന്നുള്ള ആ നിലയിൽ യാത്രകളൊന്നും ചെയ്യുവാൻ കഴിയാതെ ഗുളികകൾ മാത്രം കഴിച്ചുകൊണ്ട് വീട്ടിൽ സ്വസ്ഥമായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ നിലവാരത്തിലുള്ളവർ യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായി വിടുവിക്കപ്പെടട്ടെ. അവർ യേശുവിന് വേണ്ടി ഓടുവാൻ ഇടവരട്ടെ. ചില ബിസിനസ് തകർച്ചയുടെ നടുവിൽ മരിച്ചാൽ തന്നെ മതി എന്നുള്ള ചിന്തകളുമായി ഇരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. നീ മരിക്കുവാനുള്ള വ്യക്തിയല്ല, നിന്നെ യേശു പുറത്തെടുക്കുവാൻ പോകുകയാണ്. യേശുവിന് നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. നിന്റെ തകർന്നുപോയ ആ ബിസിനസ്സുകളെ പുനഃസ്ഥാപിക്കുവാൻ യേശുവിൻ്റെ ശക്തിയെ നീ സ്വീകരിക്കുക. ഈ സമയത്ത് യേശുവേ, രോഗികൾ സൗഖ്യമാകട്ടെ, തകർച്ചയിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ, ബിസിനസ്സുകൾ തകർന്നുപോയവർ യേശുവിൻ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ ഇടവരട്ടെ. സാമ്പത്തികമാകുന്ന കടബാധ്യതകളുടെ നടുവിലായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിടുവിക്കപ്പെടുവാൻ ഇടവരട്ടെ. ഇത് സൂപ്പർ നാച്ചുറലിൻ്റെ ദിവസങ്ങളാണ്. അമാനുഷികവും പ്രകൃതിയാതീതവുമാകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങളാണ്. യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് അത് സംഭവിക്കുവാൻ ഇടവരട്ടെ. സ്വർഗത്തിലെ അപ്പച്ചൻ അത് ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ യേശുവിന് അർപ്പിക്കുകയാണ്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അസാധാരണ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. കർത്താവാകുന്ന യേശുക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യമായി മുന്നേറുക. ഗാഡ് ബ്ലെസ് യു. ആമേൻ.